തെരഞ്ഞെടുപ്പിൻ്റെ ഫലമൊക്കെ വന്നതിന് ശേഷം മോദി സർക്കാർ എന്നല്ല പറയുന്നത്, NDA സർക്കാർ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സമവായത്തിൻ്റെ ഭാഷ. NDA എന്ന് തറപ്പിച്ച് അല്ലെങ്കിൽ ഉറപ്പിച്ച് പറയുന്ന മോദി എന്തായിരിക്കും മനസ്സിൽ കാണുന്നത്? അല്ല, മോദി സർക്കാർ തന്നെയല്ലേ, NDA സർക്കാർ തന്നെയാണ് ഉണ്ടായിരുന്നതും. കഴിഞ്ഞ 10 വർഷവും NDA സർക്കാർ ഉണ്ടായിരുന്നു. ഇനി അടുത്ത 5 വർഷവും ഉണ്ടാകാൻ പോകുന്നത് NDA സർക്കാർ തന്നെയാണ്. NDA സർക്കാർ എന്ന് മുൻപും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മോദി സർക്കാർ എന്ന് പറയാനാണ് ആളുകൾ ഇഷ്ടപ്പെട്ടത്. ജനങ്ങൾ അങ്ങനെയാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഇനിയും NDA മുന്നണി തന്നെയാണ് തുടരുന്നത്. പക്ഷേ ആളുകൾ മോദി സർക്കാർ എന്ന് തന്നെ പറയും. ഇപ്പോൾ ഞാനൊരു അനുഭവം പറയാം. എൻ്റെ അമ്മയ്ക്ക് ഈ 6000 രൂപ കർഷകർക്കുള്ള ആനുകൂല്യം കിട്ടുന്നുണ്ട്. അമ്മ പറയുന്ന മോദി സർക്കാരിൻ്റെ 6000 രൂപ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് മോദി സർക്കാർ. അപ്പോൾ അതിന് മാറ്റമൊന്നുമില്ല. പിന്നെ ഇപ്പം സിനു ചോദിച്ചൊരു ചോദ്യം, NDA മുന്നണിയുടെ കെട്ടുറപ്പ്, അത് വളരെ പ്രധാനമാണല്ലോ. കാരണം BJPക്ക് 240 സീറ്റുകളേ ഉള്ളൂ. ഇപ്പോൾ NDAയുടെ സീറ്റുകൾ 291 നിന്ന് മാറി 303 മാറിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതിയ വിവരം. കാരണം പുതിയ ചില കക്ഷികൾ, സ്വതന്ത്രന്മാരൊക്കെ NDAക്ക് പിന്തുണ കൊടുത്ത് ഇപ്പോൾ ആസിറ്റീസ് നമ്മളിത് സംസാരിക്കുന്നത് പാർലമെൻ്ററി കക്ഷി നേതാവായി മോദിയെ തിരഞ്ഞെടുത്ത് മോദിയുടെ പ്രസംഗം കഴിഞ്ഞ ഉടനെയാണ്. അപ്പോൾ ഇപ്പോൾ NDAയുടെ നമ്പർ അല്ലെങ്കിൽ മോദിയുടെ നമ്പർ, മോദി നയിക്കുന്ന മുന്നണിയുടെ നമ്പർ ഇപ്പോൾ 303 എന്നാണ് ഡൽഹിയിൽ നിന്ന് കിട്ടുന്ന കണക്കുകൾ. പക്ഷേ നമുക്ക് വേറെ കാര്യം നോക്കാം. ഞാൻ തമിഴ്നാട്ടിലൊരു കണക്ക് പറയാം. തമിഴ്നാട്ടിൽ 6 മാസം മുമ്പ് വരെ അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിലാണ് NDA മുന്നണി ശിഥിലമായത്. ശിഥിലമായി എന്ന് പറഞ്ഞാൽ AIADMK NDAയിൽ നിന്ന് വിട്ടുപോയി. ഒരു കൊല്ലം 6 മാസം. 6 മാസം ഒരു കൊല്ലമായി അസ്വാരസ്യങ്ങളുണ്ട്. 6 മാസത്തിനുള്ളിൽ അത് സെപ്പറേഷൻ, ഡിവോഴ്സ് പൂർണ്ണമായി. അപ്പോൾ 2 മുന്നണിയായിട്ട് മത്സരിച്ചു. അവിടെ DMKക്ക് കിട്ടിയത് 46.97% വോട്ടുകളാണ്. DMK മുന്നണി. അതിലൂടെ CPI ഉണ്ട്, DMDK ഉണ്ട്, അങ്ങനെയുള്ള ചില പാർട്ടികളെല്ലാം ചേർന്ന് 46.97% വോട്ടുകൾ ഈ സ്റ്റാലിൻ്റെ മുന്നണിക്ക് കിട്ടി. AIADMKക്ക് കിട്ടിയത്, AIADMKക്ക് കിട്ടിയ വോട്ടുകളും അത് BJP കിട്ടിയ വോട്ടുകൾ 18.28%. AIADMKക്ക് 20.46% കിട്ടി. DMDAക്ക് കിട്ടിയത് 2.05%, 2% പോലും ഇല്ല. അപ്പോൾ 20.46 AIADMKയുടെ വോട്ട് ശതമാനം, 2.05 എന്ന് പറയുന്നത് അവരുടെ സഖ്യകക്ഷിയായ DMDക്ക് കിട്ടിയ വോട്ട്. BJPക്ക് കിട്ടിയത് 18.26. ഇത് മൂന്നും കൂടെ, അതായത് NDA മുന്നണി ആയിരുന്നെങ്കിൽ ടോട്ടൽ 40.79 സീറ്റുകൾ കിട്ടുമായിരുന്നു. അതായത് AIADMK സ്റ്റാലിൻ്റെ മുന്നണിക്ക് വലിയ വെല്ലുവിളി ഉയർത്താൻ AIADMKയും BJPയും ചേർന്നുള്ള ഒരു സഖ്യത്തിന് കഴിയുമായിരുന്നു. അപ്പം മറ്റൊരു ഘടകമുണ്ട്. AIADMK എന്ന് പറയുന്ന വർഷങ്ങളായി തമിഴ്നാട് ഭരിച്ചിട്ടുള്ള പാർട്ടിക്ക്, കേഡർ പാർട്ടിയായ ദ്രാവിഡ പാർട്ടിക്ക് 20.46 കിട്ടിയപ്പോൾ BJP തൊട്ടടുത്തുണ്ട്. 18.28% BJP അവിടെ വളർന്നു. വലിയ വളർച്ചയുണ്ടായി. ഏതാണ്ട് 4% നിന്നൊക്കെയാണ് ഈ കുതിച്ചു കയറ്റം. അപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും ഏതാണ്ട് ഒരേ രീതിയിലുള്ള വളർച്ച, ഒരേ പെർസെൻറ്റേജിലേക്ക് BJP എത്തി. പക്ഷേ തമിഴ്നാട്ടിലെ വളർച്ച അതിദ്രുതമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ദ്രാവിഡ രാഷ്ട്രീയത്തെയൊക്കെ ബ്രേക്ക് ചെയ്ത് BJP വളർന്നു. അപ്പോൾ പിന്നെ ഞാൻ നോക്കിയത് 9 മണ്ഡലങ്ങൾ, അതായത് ധർമ്മപുരി, കൃഷ്ണഗിരി, നാമക്കൽ, തിരുപ്പൂർ, ആരണി, വിഴുപുരം, കള്ളക്കുറിച്ചി, കടലൂർ, തെങ്കാശി, ഈ 2 മണ്ഡലങ്ങളിൽ AIADMKയുടെയും BJPയുടെയും വോട്ടുകൾ ചേർത്താൽ DMKയേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമായിരുന്നു. അതായത് മുന്നണിയായിട്ട് നിന്നതിൽ ഏറ്റവും ചുരുങ്ങിയത് 9 സീറ്റുകൾ കിട്ടുമായിരുന്നു. അതായത് അണ്ണാമല ഉൾപ്പെടെ ജയിക്കുമായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അണ്ണാമല അവിടെ ഉദ്ദേശിച്ചത് BJPക്ക് ഇങ്ങനെ കാലത്തും ദ്രാവിഡ കക്ഷികളുടെ ഒന്നെങ്കിൽ DMK അല്ലെങ്കിൽ AIADMK ഇതിൻ്റെ ചിറകലേറി മുന്നോട്ട് പോകണ്ട, ഒറ്റയ്ക്ക് ഒരു മണ്ണിൽ കാലൂന്നി ഒരു പാർട്ടി ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം വളരെ പോസിറ്റീവാണ്. പക്ഷേ അതിനുള്ള സമയം തമിഴ്നാട്ടിലായിരുന്നു എന്നുള്ളതാണ് പ്രസക്തം. BJP കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നോക്കൂ, ബീഹാറിൽ JDUവും BJPയും തമ്മിൽ ഒന്നിച്ചു നിന്ന് വർഷങ്ങളായി സഖ്യത്തിലായിരുന്നു. എന്നിട്ട് BJP വളർന്നു. JDUവിനേക്കാളും കൂടുതൽ MLAമാരെ നിയമസഭയിലേക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു. എന്നിട്ട് പോലും നിതീഷിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തു. നിതീഷിൻ്റെ പരാതിയും JDUവിനെ BJP പതുക്കെ വിഴുങ്ങുന്നു എന്നുള്ള പരാതിയായിരുന്നു. അതായിരുന്നു നിതീഷിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളിലൊന്ന്, തൻ്റെ പാർട്ടിയെ വിഴുങ്ങുകയാണ്. ഇപ്പോൾ പക്ഷേ നിതീഷ് അത് കംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞാൽ നിതീഷിനറിയാം, ഇനി ഒരു 5 വർഷത്തിനപ്പുറത്ത് തനിക്ക് രാഷ്ട്രീയ ബാല്യമില്ല,
രാഷ്ട്രീയ യുവത്വമില്ല എന്ന് തിരിച്ചറിയുന്ന ആളാണ് നിതീഷ് കുമാർ. അതായത് അവസരങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തി കിട്ടുന്ന ഇനി അടുത്ത 5 വർഷം കൊണ്ട് ഉപയോഗപ്പെടുത്തി പരമാവധി പോവുക. ഇന്നല്ലെങ്കിൽ നാളെ BJP തന്നെയായിരിക്കും ബീഹാറിലെ വലിയ പാർട്ടിയായി മാറും. അത്തരം ഒരവസ്ഥ തമിഴ്നാട്ടിലില്ല. ഇപ്പോഴും ദ്രാവിഡ പാർട്ടികൾ പ്രബലമാണ്. അവരെ വിട്ടിട്ട് ഒറ്റയ്ക്ക് മത്സരിക്കാമെന്നുള്ള തീരുമാനം തെറ്റായി പോയില്ലേ? അപ്പോൾ കാൽക്കുലേഷൻ ഒന്ന് പഴച്ചോ എന്ന് ആലോചിക്കണം. BJP ആലോചിക്കണ്ട. അതായത് BJPക്ക് ഈ സമീപകാലത്ത് നഷ്ടപ്പെട്ടു പോയ സഖ്യകക്ഷികളെ ആലോചിക്കുക. മഹാരാഷ്ട്രയിൽ ബാൽ താക്കറെ ഒരുപക്ഷെ BJPക്ക് പോലും വേരോട്ടം ഉണ്ടാക്കാൻ സഹായിക്കുന്നതിന് എത്രയോ മുമ്പ് ഹിന്ദുത്വ ആശയങ്ങൾ മുന്നിൽ നിർത്തി പ്രവർത്തിച്ചതാണ് ശിവസേന. അതെ, ശിവസേനയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണമായിരുന്നു. വേണമെങ്കിൽ ഒരു നല്ല ജെന്റിൽമാൻ എഗ്രിമെൻ്റ് ഉണ്ടാക്കി ഒരു വീതം വെച്ച് പകുതിയോ ഒക്കെ വെച്ച് പോകാമായിരുന്നു. ഫട്നാവിസ് എന്നുള്ള BJPയുടെ കാര്യകർത്താവായിട്ടുള്ള പ്രമുഖനായ നേതാവ് വളരെ നന്നായി ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ആയിരുന്നാൽ ശിവസേന ഷിൻഡെ ഫാക്ടറിൻ്റെ കീഴിൽ ഉപമുഖ്യമന്ത്രിയാകാൻ വരെ തയ്യാറായി. അതൊരു വലിയ വിജയമാണ്. വലിയ മനസ്സാണ്. അല്ലെങ്കിൽ വലിയ വിധേയത്വമാണ് പാർട്ടി തീരുമാനം എന്തായാലും ഈഗോ എന്ന് പറയുന്ന സാധനമില്ല. അങ്ങനെയുള്ള ഒരു നേതാവാണ് ഫട്നാവിസ്. പക്ഷേ അവിടെ പോലും ശിവസേന കൂടെ നിർത്തേണ്ടിയിരുന്നില്ലേ? അത് ആലോചിക്കേണ്ട കാര്യമാണ്. ഇനി നോക്കൂ, ഹരിയാനയിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് JJP എന്ന് പറയുന്ന പാർട്ടി വിട്ടുപോയത്. ആ പാർട്ടിയെ കൂടെ നിർത്തായിരുന്നു. അവിടുത്തെ ഹരിയാനയിലെ മന്ത്രിസഭ പോലും പ്രതിസന്ധിയിലാണ്. പഞ്ചാബിൽ നോക്കൂ, പഞ്ചാബിൽ അകാലിദൾ, ശിരോമണി അകാലിദൾ എന്നുള്ള പാർട്ടിയെ നിശ്ചയമായും BJPക്ക് ഒരു സഖ്യകക്ഷിയായിട്ട് ആവശ്യമുള്ള പാർട്ടിയാണ്. അവരെ ഈ കാർഷിക സമരവുമായി ബന്ധപ്പെട്ട് അവർക്ക് നിന്ന് പിഴയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അവരോട് ഇരുന്നിട്ടാണ് ഈ ഓർഡിനൻസ് മന്ത്രിസഭയിൽ അകാലിദളിൻ്റെ മന്ത്രിയോട് ഉൾപ്പെടെ ഇരുന്നാണ് പാസ്സാക്കുന്നത്. പിന്നീട് അവർ പോവുകയും ചെയ്തു. എന്നാൽ പോലും അവരെ ഒന്ന് കൺവിൻസ് ചെയ്ത് അവരെ കൂടെ കൂട്ടിയിണക്കാൻ കഴിഞ്ഞോ? ഇങ്ങനെ പല സ്ഥലങ്ങളിൽ BJPക്ക് സഖ്യകക്ഷികൾ വേണ്ട, അല്ലെങ്കിൽ NDAയുടെ ഒരു കെട്ടുറപ്പ് വേണ്ട എന്ന് തീരുമാനിച്ചത് BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ഇനി ചില വ്യക്തികളെ നോക്കാം. നമുക്ക് വെങ്കയ്യ നായിഡുവിനെ അറിയാം. വെങ്കയ്യ നായിഡു ഈ പറഞ്ഞ പോലെ ഒരു അനാരോഗ്യമില്ലാത്ത, വാർദ്ധക്യം ബാധിക്കാത്ത ഒരു നേതാവായിരുന്നു നമ്മുടെ ഉപരാഷ്ട്രപതിയായിരുന്ന വെങ്കയ്യ നായിഡു. അദ്ദേഹം BJP അധ്യക്ഷനായിരുന്നു. അദ്ദേഹത്തിനെ വളരെ പെട്ടെന്ന് ഉപരാഷ്ട്രപതിയാക്കി. പിന്നീട് നോക്കൂ, അദ്ദേഹത്തിന് രാഷ്ട്രപതിയാകാൻ കഴിഞ്ഞില്ല. ഓട്ടോമാറ്റിക്കലി സംഭവിച്ചത് എന്താണ്? രാഷ്ട്രീയ വിരമിക്കൽ സംഭവിച്ചു. പിന്നെ ഉപരാഷ്ട്രപതിയായിരുന്ന ഒരാൾക്ക് വേറൊരു MP ആകാൻ കഴിയില്ല. അപ്പോൾ വെങ്കയ്യ നായിഡുവിനെ പോലെയുള്ള ഒരു വലിയ നേതാവിനെ തുടർന്ന് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. അതിനൊക്കെ BJPക്ക് അതിൻ്റെതായ കാരണങ്ങളുണ്ടാവാം, നമുക്കറിയില്ല. ഇപ്പോൾ സദാനന്ദ ഗൗഡ എന്ന് പറയുന്ന റെയിൽവേ മന്ത്രിയൊക്കെ ആയിരുന്ന കർണാടകയിൽ നിന്നുള്ള നേതാവ്, എന്താണെന്നറിയില്ല, അദ്ദേഹത്തിന് പെട്ടെന്ന് സീറ്റ് ഉണ്ടായില്ല. അവിടെ ഷെട്ടറിനെ പോലെ ആളുകൾ കർണാടകയിൽ ഉയർത്തിയ പ്രശ്നങ്ങൾ. അപ്പോൾ ഇങ്ങനെ ആളുകളെയും വ്യക്തികളെയും കൂട്ടത്തിലുണ്ടായിരുന്ന ഘടകകക്ഷികളെയും മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ BJPക്ക് ചില പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. വെങ്കയ്യ നായിഡുവിൻ്റെ കാര്യത്തിലേ, വെങ്കയ്യ നായിഡു അടുത്തൊരു തലമുറയെ വളർത്തിക്കൊണ്ട് വരുന്നതിൽ വളരെ വിമുഖത കാണിച്ചൊരു നേതാവാണെന്ന് പറയപ്പെട്ടിരുന്നു. ആയിരിക്കാം. ഞാൻ ജനതാ കൂട്ടത്തിൽ പറഞ്ഞ ഈ ആളുകളെ BJPയെ പോലൊരു പാർട്ടി ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ടായിരിക്കും തീരുമാനമെടുക്കുക. എന്തുകൊണ്ട് സദാനന്ദ ഗൗഡ മത്സരിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മളോട് പറയാത്തൊരു ഉത്തരം BJPയുടെ കയ്യിലുണ്ടാവും. എന്തുകൊണ്ട് വെങ്കയ്യ നായിഡുവിനെ ഉപരാഷ്ട്രപതിയാക്കിയിട്ട് പിന്നീട് ഒരു പൊസിഷൻ കൊടുത്തില്ല എന്ന് ചോദിക്കുമ്പോൾ അതിനും കൃത്യമായ ഉത്തരം BJPയുടെ കയ്യിലുണ്ടാവും. നമ്മളോട് അല്ലെങ്കിൽ പൊതുസമൂഹത്തോടോ മാധ്യമങ്ങളോടോ പറയാത്തതായിരിക്കാം. അത് അവരുടെ ഒരു ആഭ്യന്തര രഹസ്യമായിരിക്കും. പക്ഷേ ഇതൊക്കെ കാണുന്ന ആളുകൾക്ക് ചില ആശയക്കുഴപ്പങ്ങൾ, ഇങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നോ, ഇതിൻ്റെയൊക്കെ ആവശ്യം ADM ഇങ്ങനെ ഓടിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. കേരളത്തിൽ പോലും ഈ മുന്നണി വിപുലീകരിക്കാനുള്ള ഒരുപാട് സാധ്യതകൾ. ഒരുപക്ഷെ നമ്മൾ ആലോചിക്കുക, BDJS എന്ന് പറഞ്ഞ പാർട്ടി വളരെ ശക്തമായി എമേർജ് ചെയ്തു വന്ന ഒരു കാലത്ത് BDJSന് ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. BDJSൻ്റെ ഉത്ഭവകാലത്തിൽ വലിയ ശക്തിയായിരുന്നു. BJPയും BDJSും ചേർന്ന് വലിയ പ്രചണ്ഡമായ പ്രചാരണം നടത്തി വലിയ തോതിൽ ഈഴവ വോട്ടുകളെ കേന്ദ്രീകരിച്ചുള്ള വർക്കൊക്കെ നടന്നു. അന്ന് എത്രയോ ആളുകൾക്ക്, നോക്കൂ, അൽഫോൺസ് കണ്ണന്താനത്തിന് ഒരു രാജ്യസഭാ സീറ്റ് കൊടുത്ത് അദ്ദേഹത്തെ മന്ത്രിയാക്കി. എന്ത് പ്രയോജനമുണ്ടായി? അല്ലേ? ഒരു പ്രയോജനം ഉണ്ടായില്ല. അതേസമയം മന്ത്രിയായിട്ടും പ്രയോജനം ഉണ്ടായില്ല. അതേസമയം ആ BDJSൻ്റെ ആവിർഭാവ സമയത്ത് തന്നെ തുഷാർ വെള്ളാപ്പള്ളിക്ക് ഒരു രാജ്യസഭാ സീറ്റ് കൊടുത്ത് ഒരു സഹമന്ത്രി സ്ഥാനമെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ആ പാർട്ടിയും ശിഥിലമാകാതിരിക്കുമായിരുന്നു. BDJSിലേക്ക് CPMൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വന്നതാണ്. അവർക്ക് തിരിച്ചുപോയി. അവർക്ക് അസ്തിത്വമില്ലാതെ വന്നു. പാർട്ടി അനാഥമായി, അതിൻ്റെ ലീഡർഷിപ്പ് ഇല്ലാതെ പോയി. ഒരു പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ പോലും
ഒരു കേന്ദ്രമന്ത്രി സ്ഥാനമൊക്കെ തുഷാർ വെള്ളാപ്പള്ളിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഈ BDJസിനെ ഇങ്ങനെ ഡിസോൺ ചെയ്യില്ലായിരുന്നു. ഇതിൻ്റെ മാനേജ്മെൻറ്റിൽ ഒരുപാട് കുഴപ്പങ്ങൾ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങൾ പലതുണ്ട്. എല്ലാ കാരണങ്ങളും നമുക്കറിയില്ല. നമുക്കറിയാവുന്ന ചില കാരണങ്ങളെന്ന് പറഞ്ഞാൽ പറഞ്ഞു കേൾക്കുന്നതാണ്. അതായത് BDJS എന്നുള്ള പാർട്ടി കേരളത്തിൽ BJPയുടെ ഒപ്പം കരുത്തുള്ള പാർട്ടിയായി വന്നാൽ BJPയിൽ ഉള്ള ഈഴവ നേതാക്കൾക്ക് പ്രാമുഖ്യം കുറയുമോ എന്നുള്ള ചില ആശങ്ക കൊണ്ട് ഇവരെയൊക്കെ വെട്ടിനിരത്തി എന്നു പറയുന്നവരുണ്ട്. അറിയില്ല വാസ്തവമാണോ അല്ലയോ. ഏതായാലും BDJസിനെ പോലും ആ മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ വലിയ കുഴപ്പങ്ങൾ പറ്റി. അതായത് BDJസിന് എന്തെങ്കിലും സ്ഥാനം കൊടുക്കാൻ തീരുമാനിച്ചു. എത്ര കാലം കഴിഞ്ഞിട്ടാണ് സ്പൈസസ് ബോർഡിൻ്റെ ഒരു ചെയർമാൻ സ്ഥാനം കൊടുത്തത്. അതെ അതെ. അപ്പോഴത്തേക്ക് സ്പൈസസ് ബോർഡിൻ്റെ ചെയർമാനായിട്ട് അദ്ദേഹത്തെ തീരുമാനിക്കുന്ന ATA കോട്ടയത്തുള്ള SNDPയുടെ നേതാവൊക്കെ ആയിരുന്നു. അദ്ദേഹത്തെ തീരുമാനിക്കുന്ന സമയത്ത് സ്പൈസസ് ബോർഡിൻ്റെ ചെയർമാൻ്റെ അധികാരങ്ങളെല്ലാം ഇല്ലാതാവുകയും ചെയ്തു. ഒരു നോമിനൽ അധികാരങ്ങൾ മാത്രമുള്ള അല്ലെങ്കിൽ പേര് മാത്രമുള്ള ഒരു പദവിയായിട്ട് സ്പൈസസ് ബോർഡ് മാറുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ട കാര്യമുണ്ട്. കേരളത്തിലെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ടോ, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ, എന്നോട് പലരും പറയാറുണ്ട് BSNLൻ്റെയും ഷിപ്പ്യാർഡിൻ്റെയും അല്ലെങ്കിൽ റെയിൽവേയുടെയൊക്കെ ഒരുപാട് കരാർ ജോലികളൊക്കെ വരാറുണ്ട്, താൽക്കാലിക ജോലികൾ. ഇതൊന്നും പാർട്ടിക്കാർക്ക് കിട്ടുന്നില്ല. ഇതെല്ലാം കിട്ടുന്നത് ഇപ്പോഴും ഇടതുപക്ഷക്കാർക്കും കോൺഗ്രസ്സുകാർക്കും ഒക്കെയാണ്. കാരണം അവരുടെ യൂണിയനുകളാണ് പ്രബലമായ യൂണിയനുകൾ. അവർ തീരുമാനിക്കുന്ന തരത്തിലേക്ക് പോകുന്നു. കാലങ്ങളായി തുടർന്ന് വരുന്നത് ഇപ്പോഴും ആ സിസ്റ്റം അങ്ങനെ പോവുകയാണ്. BJPക്കാർക്കൊന്നും കിട്ടുന്നില്ല. അതിനകത്തേക്ക് ഇടിച്ചു കയറാൻ കഴിയുന്നില്ല. ഇതൊരു വലിയൊരു പ്രശ്നമാണ്. ഈ ഒരു പ്രശ്നത്തെ മറികടക്കുക അല്ലെങ്കിൽ കൂടെ നിൽക്കേണ്ട ആളുകളെയൊക്കെ കൂട്ടിയിണക്കുന്ന കാര്യത്തിൽ ഒരു പ്രശ്നം കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ വടക്കേ ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഘടകകക്ഷികളെ അനാവശ്യമായി നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഓടിപ്പായിച്ചത് ശരിയാണോ എന്ന് BJP ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നോക്കൂ, ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ ഇവിടെ കേരളത്തിൽ നടത്തുന്ന പ്രചാരണം രാഹുൽ ഗാന്ധി എന്തോ മലമറിച്ചു എന്നൊക്കെയാണ്. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ 10 വർഷം നരേന്ദ്രമോദി എന്ന് പറഞ്ഞാണ് 10 വർഷം ഭരിച്ചിട്ടും പ്രതിപക്ഷത്തിരുന്നിട്ടും 100 സീറ്റ് നേടാൻ കഴിയാത്ത പാർട്ടിയാണ് കോൺഗ്രസ്. എന്താണ് നോക്കൂ, ഇന്നലെ ഈ രാഹുൽ ഗാന്ധിക്ക് ഒരു 100 സീറ്റൊക്കെ കിട്ടി, 100-നടുത്ത് സീറ്റ് കിട്ടിയ പാർട്ടിയാണ്. പണ്ടത്തെ പോലെ പപ്പു എന്നൊന്നും വിളിക്കരുത് എന്ന് ചിലരൊക്കെ പറയാറുണ്ട്. രാഹുൽ ഗാന്ധി എന്താ ഇന്നലെ പറഞ്ഞത്? ഇന്നലെ ലോക മണ്ടത്തരമല്ലേ അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം പോലെ നടത്തിയത്. എക്സിറ്റ് പോളുകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ വലിയ ഹൈപ്പുണ്ടായി. ഓഹരിയിൽ വലിയ കുതിച്ചുകയറ്റം ഉണ്ടായി. കൗണ്ടിങ് തുടങ്ങിയപ്പോഴത്തേക്ക് മോദി ഉൾപ്പെടെയുള്ള ആളുകൾ പിന്നാക്കം പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഓഹരി ഇടിഞ്ഞു. പിന്നീട് എന്ത് ചെയ്തു? പിന്നീട് BJP വരും എന്ന് ഉറപ്പായപ്പോൾ ഓഹരി വീണ്ടും കയറി. ഇത് എക്കാലത്തും നടക്കുന്നതാണ് ഈ താഴെപ്പോകലും പൊങ്ങിവരലും. അതെ, ഇത് സ്വാഭാവികം. അതിനിപ്പോൾ ഒരു പുതിയ തിയറി, എക്സിറ്റ് പോളുകളെല്ലാം BJP മാനിപ്പുലേറ്റ് ചെയ്തുണ്ടാക്കിയതാണ്. അപ്പോഴത്തേക്ക് മോദി ഇലക്ഷൻ അമിത്ഷാ പറഞ്ഞിരുന്നു, നിങ്ങൾ നോക്കിയോ 4-ാം തീയതി ഞങ്ങളുടെ വിജയം ഉറപ്പാണ്, നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തോളൂ, നിങ്ങൾക്ക് വലിയ ലാഭം ഉണ്ടാവും എന്ന് പറഞ്ഞ അതൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിനാണ്. നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോളൂ, നമ്മൾ വന്നാൽ ഇതെല്ലാം കൂടും എന്ന് പറഞ്ഞു. പക്ഷേ അത് അതിനു വേണ്ടിയിട്ട് മനഃപൂർവ്വം എക്സിറ്റ് പോളുകൾ ഉണ്ടാക്കി കൃത്രിമമായി ഒരു ഉണ്ടാക്കിയിട്ട് ആളുകളെ കൊണ്ട് നിക്ഷേപിച്ച് പിന്നീട് താഴ്ന്നു പോയി നഷ്ടമുണ്ടാക്കി. ഇത് JPC ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി അന്വേഷിക്കണമെന്നൊക്കെ പറയുന്നത് മണ്ടത്തരത്തിൻ്റെ അപ്പുറം അല്ലാണ്ട് എന്ത് പറയാനാണ്. എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് വരികയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഷെയർ മാർക്കറ്റിൽ വലിയ കുതിച്ചുകയറ്റമുണ്ട്. ഇപ്പോൾ എന്താ അവസ്ഥ? തകർന്ന വിപണി ഉയർന്നു നിൽക്കുകയാണ്. അതിനെക്കുറിച്ച് എന്ത് രാഹുൽ ഗാന്ധിക്ക് പറയാനുണ്ട്? അപ്പോൾ ഈ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷക്കാലം പറഞ്ഞ മഠേതരങ്ങൾ വീണ്ടും ആവർത്തിക്കുക. പിന്നെ ഇതൊക്കെ കേട്ടിട്ട് ഇതൊക്കെ ശരിയാണെന്ന് കരുതുന്ന കുറേ ആളുകളെ കൂട്ടത്തിലുണ്ട്. അല്ലെങ്കിൽ ഈ അന്തം കമ്മികൾ എന്നൊക്കെ പറയുന്ന പോലെ അന്തം കൊങ്ങികളോ, അതൊക്കെ പ്രയോഗം ശരിയാണോ എന്ന് എനിക്കറിയില്ല, ഈ സോഷ്യൽ മീഡിയയുടെ ഭാഷയാണ്. ഇങ്ങനെ അന്ധമായി എന്തും വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ട്. പക്ഷേ ആളുകൾക്കൊക്കെ ഇത് മനസ്സിലായി. ഇപ്പോൾ ഓഹരി വിപണിയെക്കുറിച്ച് നടക്കുന്ന ഈ രാഹുൽ പറഞ്ഞത് ശുദ്ധ മണ്ടത്തരമാണെന്ന് ഓഹരി സ്റ്റോക്കിൻ്റെ മേഖലയിൽ എന്തെങ്കിലും അനുഭവജ്ഞാനമുള്ളവർക്കെല്ലാം അറിയാം. അവർ പറയും ഇയാൾ എന്തൊരു വിഡിത്തമാണ് ഈ പറയുന്നത് പറയും. സാധാരണക്കാരൻ അറിയില്ല. അത് മോദി അമിത്ഷാ കൂടെ പ്ലാൻ ചെയ്തിട്ട് എക്സിറ്റ് പോൾ ഉണ്ടാക്കിയിട്ട് ഹൈപ്പ് ഉണ്ടാക്കി കാശിട്ടിട്ട് കാശ് കളയിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ടാവും, സാധാരണക്കാർ. അപ്പോൾ ഇങ്ങനെ ആളുകളെ മിസ്ലീഡ് ചെയ്ത് തെറ്റിദ്ധരിപ്പിച്ച് എത്ര കാലം കൊണ്ടുപോകാൻ കഴിയുന്നുള്ള വലിയ പ്രബലമായ കാര്യമാണ്. അപ്പോൾ NDA മുന്നണി എന്ന് പറയുന്നത് NDA പുതിയ കാര്യമൊന്നുമല്ല, ഇവിടെ ഉണ്ടായിരുന്നത് തന്നെയാണ്. എന്തൊക്കെയാണ് പറയുന്നത്? NDA മുന്നണി ഇപ്പം നമ്മുടെ മാധ്യമങ്ങൾ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുകയാണ്. NDA മുന്നണിയുടെ മുന്നണി യോഗത്തിൽ നരേന്ദ്രമോദിയുടെ അടുത്ത് ചന്ദ്രബാബു നായിഡു ഇരുന്നു.
അങ്ങനെയല്ലേ ഇരിക്കേണ്ടത്. അതെ, നേരത്തെയൊക്കെ അമിത്ഷായാണ് ഇരുന്നുകൊണ്ടിരുന്നത്. അത് ബി ജെ പിയുടെ മീറ്റിങ്ങിൽ, അതെ, ബി ജെ പിയുടെ ഒരു മീറ്റിംഗ് വരുമ്പോൾ അമിത്ഷാ തന്നെ ഉണ്ടാവും, നദ്ദയും ഉണ്ടാവും. എൻ ഡി എയുടെ മീറ്റിംഗ് ആകുമ്പോൾ ഘടകകക്ഷികൾക്ക് വേദിയിൽ അവസരം കൊടുക്കണ്ടേ? ഇതിനു മുമ്പും കൊടുത്തിട്ടുണ്ട് അല്ലേ? അങ്ങനെയല്ലേ? ഇതിന് മുമ്പ് പഴയ വിഷ്വൽസ് എടുത്ത് നോക്കിയാൽ ഈ ഏഷ്യാനെറ്റും ഈ മനോരമയ്ക്കും ഒക്കെ തന്നെ കാണാം, എൻ ഡി എയുടെ മുൻകാല മീറ്റിങ്ങുകളിലും പ്രധാനമന്ത്രിയുടെ ഒപ്പം ഘടകകക്ഷി നേതാക്കന്മാരും ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു വെറുതെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യാന്ന്, അതായത് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെയൊക്കെ ഒരു വലിയ സ്വപ്നവും പ്രതീക്ഷയുമായിരുന്നു മോദി സർക്കാർ വീണ്ടും വരില്ല എന്നുള്ളത്. അത് പരാജയപ്പെട്ടു. ഈ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടും, കോൺഗ്രസ് 200 സീറ്റ് വരെ നേടുമെന്നൊക്കെയായിരുന്നു ഇവരുടെ ഊഹം. സ്പെക്കുലേറ്റീവ് സ്റ്റോറീസ് എല്ലാം പൊളിഞ്ഞു. 100 തയ്ക്കാൻ പറ്റിയില്ല. എവിടെ നിന്നോ തെറ്റിപ്പിരിഞ്ഞു പോയ ഒരാളെ കൂട്ടിയിണക്കി 100 എന്ന് കേൾക്കുന്നു. എന്നാലും മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ 99 സീറ്റുകളാണ്. 99 സീറ്റുകളെ നേടാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ കോൺഗ്രസ്സിന് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ 10-60 സീറ്റുകൾ കൂടുതൽ കിട്ടി. ആ കൂടുതൽ കിട്ടിയത് നമ്പർ ഈസ് നമ്പർ, ഓൾവേസ് നമ്പർ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതല്ല, മോദി തോറ്റുപോയി, നമ്പറിലൊന്നും ഒരു കാര്യമില്ലെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. അപ്പോൾ അതുപോലെയല്ല, നമ്പർ ആണ് നമ്പർ. അതെ, ആ നമ്പർ 99 നമ്പറുണ്ട്, അത് ബെറ്റർ നമ്പറാണ്, തർക്കമില്ല. പക്ഷേ അത് രാഹുൽ ഗാന്ധിയുടെ വിജയമാകുന്നത് എങ്ങനെയാണ്? എനിക്കിന്നലെ വലിയ അതിശയം തോന്നി. നമ്മുടെ പത്രങ്ങളിലൊക്കെ വെണ്ടയ്ക്കാൻ നിർത്തിയിരിക്കുകയാണ്. മാതൃഭൂമി പത്രമൊക്കെ വായിച്ചിട്ട് എനിക്ക് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. അതായത് ഇന്ത്യ മുന്നണി പ്രതിപക്ഷത്തിരിക്കാൻ തീരുമാനിച്ചു. എന്ത് ചെയ്യാൻ പറ്റും? വേറെ ഇലക്ഷനിൽ തോറ്റുപോയ മുന്നണി യോഗം ചേർന്ന് തീരുമാനിച്ചെന്ന് പ്രതിപക്ഷത്തിരിക്കുകയെന്ന്. പിന്നെ ഭരണപക്ഷത്ത് പോയിരിക്കാൻ പറ്റുമോ? എന്തൊരു ഊളത്തരങ്ങളാണ് നമ്മുടെ മാധ്യമങ്ങൾ അടിച്ചുവിടുന്നത്. ഇതൊക്കെ വലിയ കാര്യങ്ങൾ പറഞ്ഞ് ഒന്നുമില്ല. വായനക്കാരെ, അവരുടെ ഈ BJP വിരുദ്ധരായ, മോദി വിരുദ്ധരായ വായനക്കാരെയും പ്രേക്ഷകരെയും കുറച്ച് ദിവസം കൂടെ ഒന്ന് തൃപ്തിപ്പെടുത്തുക. കഴുത കാമം കരഞ്ഞു നിൽക്കുമെന്ന് പറഞ്ഞ പോലെയുള്ള പണിയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ വിശേഷിച്ചാൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ലക്നൌവിലും ബാംഗ്ലൂരിലൊക്കെ സ്ത്രീകൾ കോൺഗ്രസ് ഓഫീസിലേക്ക് എല്ലുകയാണ്. ഒപ്പിട്ട് കൊടുത്തിരുന്നു ബോണ്ട് പോലെ സ്ഥാനാർത്ഥികൾ, ഞങ്ങൾ ജയിച്ചാൽ 1 ലക്ഷം രൂപ വെച്ച് തരുമെന്ന്. അതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വരുന്നുണ്ട്. നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് ചർച്ച ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ അതെ, സ്ഥാനാർത്ഥികൾ എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കുക, ഞങ്ങൾ ജയിച്ചാൽ 1 ലക്ഷം രൂപ സ്ത്രീകൾക്കെല്ലാം കിട്ടും. പാവപ്പെട്ട ആളുകൾ വിശ്വസിച്ചു പോയി. ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ആരെയൊക്കെ, കാരണം അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം ഇവരെ സംബന്ധിച്ച് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് ആളുകളെ കബളിപ്പിക്കാനുള്ളതും നടപ്പാക്കാതിരിക്കാനുള്ളതുമായിരുന്നു. അപ്പം അതിൻ്റെ ഫലം ഇപ്പോൾ പലയിടത്തും കണ്ടുവരുന്നുണ്ട്. വലിയ തിരിച്ചടി ഈ വരുന്ന മാസങ്ങളിൽ തന്നെ ഇന്ത്യ മുന്നണിക്കുണ്ടാകാൻ പോവുക. ഏതായാലും NDA അതിശക്തമായി മുന്നോട്ട് പോകുമെന്നുള്ളതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും മുന്നോട്ട് വരുന്നു. UCCയുടെ കാര്യത്തിൽ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുമെന്നാണ് നേരത്തെ പ്രഖ്യാപിച്ചത്. UCC നടപ്പാക്കുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന് ഘടകകക്ഷികൾ പറഞ്ഞു. നിതീഷ് കുമാർ പറയുന്നു. അപ്പോൾ പിന്നെ NDA തീരുമാനം മതി. ഇവർ പറയുന്ന ആഭ്യന്തരം ചോദിക്കും, വിദേശകാര്യം ചോദിക്കും. എന്തൊരു വിവരക്കിടയ്ക്കാണ് എൻ്റെ സിനു. കാരണം ഒരു പ്രാദേശിക പാർട്ടിക്ക്, ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിൽ മാത്രമുള്ള ഒരു പ്രാദേശിക പാർട്ടിക്ക് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളെയും ബാധിക്കുന്ന ആഭ്യന്തര വകുപ്പ് ക്ലെയിം ചെയ്യാൻ കഴിയില്ല. എങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റും? കാരണം ഒരു ദേശീയ പാർട്ടിക്ക് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ധനകാര്യം എങ്ങനെയാണ്? കാരണം ആഭ്യന്തരം, ധനകാര്യം, പ്രതിരോധം, ഇത് മൂന്നും ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള വകുപ്പുകളാണ്. ഇന്ത്യയുടെ വിദേശകാര്യം വകുപ്പ് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രതിരോധവും വിദേശകാര്യവും. ഇതിലൂടെ ചേർത്ത് പറയാം. കാരണം പ്രതിരോധം, വിദേശത്തു നിന്നുള്ള ആക്രമണങ്ങളെയാണല്ലോ നമ്മൾ പ്രതിരോധിക്കേണ്ടത്. അപ്പോൾ വിദേശം, പ്രതിരോധകാര്യം, ആഭ്യന്തരം, ധനകാര്യം, ഇത് മുഴുവൻ രാജ്യത്തെ മുഴുവൻ ബാധിക്കുന്നതാണ്. അത് ഒരിക്കലും ഒരു കാരണവശാലും ഒരു പ്രാദേശിക പാർട്ടിക്ക് കൊടുക്കാൻ കഴിയില്ല. അവർ ക്ലെയിം ചെയ്യത്തുമില്ല. ഇനിയിപ്പോൾ ചോദിക്കുന്ന ചോദ്യം എന്നറിയോ? അതായത് ഇത് TDP സ്പീക്കർ സ്ഥാനം ചോദിക്കും. വളരെ നിർണായകമാണ്. അതെ, വളരെ നിർണായകമാണ് സ്പീക്കർ സ്ഥാനം. എന്തെങ്കിലും കൂറുമാറ്റമൊക്കെ ഉണ്ടായാൽ അത് കാര്യത്തിൽ വിധി പറയാൻ അധികാരമുള്ള ആളാണ് സ്പീക്കർ. അത് നിർണായക തീരുമാനം എടുക്കാം. ഞാൻ കരുതുന്നത് സ്പീക്കർ സ്ഥാനം TDPക്ക് കൊടുത്താൽ അത് BJPയുടെ പരാജയമല്ല, BJPയുടെ വിജയമായിട്ട് കരുതുന്ന ആളാണ് ഞാൻ. എന്താണെന്ന് വെച്ചാൽ, കാരണം ഇത് വളരെ വൈറ്റൽ പോയിന്റ് സീറ്റാണെന്നറിയാം. ഏറ്റവും നിർണായകം, ഒരു പാർലമെന്റിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ സ്പീക്കറുടെ റൂളിംഗ് ആണ് അന്തിമം. ആ പോസ്റ്റ് BJP TDPക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലൊരു വിശ്വാസമുണ്ട്. ഒരു കാലത്തും നിങ്ങൾ എന്നെ ചതിക്കില്ല എന്നുള്ള ആത്മവിശ്വാസത്തിൻ്റെ പ്രതീകം കൂടിയാണ്. അല്ല, കീഴടങ്ങലാണ് എന്ന് പറയുന്നത് കള്ളമാണ്. കാരണം അല്ലെങ്കിൽ 16 സീറ്റുള്ള ചന്ദ്രബാബു നായിഡു പോയി പണി നോക്കുക എന്ന് BJPക്ക് പറയാം, ധൈര്യമായിട്ട് പറയാം. അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ചന്ദ്രബാബു നായിഡുവും നരേന്ദ്രമോദിയും തമ്മിൽ, അല്ലെങ്കിൽ TDPയും തെലുങ്കുദേശം പാർട്ടിയും BJPയും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ തെളിവായിരിക്കും സ്പീക്കർ സ്ഥാനം TDP കൊടുത്താൽ എന്നാണ് എൻ്റെ നിരീക്ഷണം. നമുക്കിത് ഏതായാലും വരും ദിവസങ്ങളിൽ ഇതെല്ലാം കാണാം.